ബിരിയാണിയും ഫ്രൈഡ് റൈസും മന്തിയും ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് വേണ്ടി നല്ല ഒരു അഫ്ഗാനി പുലാവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്തിൽ കൂടുതൽ മസാലയും അങ്ങനെ എരിവും ഒന്നും കൂടുതൽ ഇല്ലാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കൊച്ചു കുട്ടികൾക്കും ഒക്കെ അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു അഫ്ഗാനി പുലാവ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ 1 കിലോ ബാസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 കിലോ ചിക്കനും യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് അരി നമ്മൾ 1 മണിക്കൂറോളം കുതിർത്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 1 സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അത് ചൂടായി വരുമ്പോൾ 4 സ്ലൈസ് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം കളറ് ഒരു ബ്രൗൺ കളർ ആകാൻ പോകുന്ന സമയം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ പോകുന്നിടം വരെയും നമുക്ക് ഈ സവാളയിൽ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവാളയിൽ നെയ്യിലും ആ എണ്ണയിലും ഒക്കെ കിടന്ന് ഈ ചിക്കൻ്റെ കളറൊക്കെ മാറി ഏകദേശം ഒന്ന് സോഫ്റ്റായി വരും. ഈ സോഫ്റ്റായി വരുന്ന സമയമാണ് നമ്മളിനിയും ഇതിനകത്തിലേക്ക് മസാലകളല്ല, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഏകദേശം 1.5 സ്പൂണോളം. പിന്നെ നമുക്ക് ചതച്ച് വെച്ച 6 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പച്ചമണം മാറുന്നിടം വരെ ഈ ചിക്കനൊപ്പം ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 1/2 സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകവും കുരുമുളകും കൂടി പൊടിച്ചത് 1 സ്പൂണ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പം ആവശ്യത്തിന് ഉപ്പ് ഈ സമയം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1.5 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഇത് ഒന്ന് 20 മിനിറ്റോളം ഒന്ന് വേവിക്കുക. അപ്പോൾ ചിക്കൻ ഏകദേശം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തിലുള്ള കുറച്ച് വെള്ളം നമുക്ക് ഇങ്ങ് മാറ്റാം. ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം ഇതിനകത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റിയെടുക്കുകയാണ്. ഈ വെള്ളം നമുക്ക് പിന്നീട് റൈസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാനാണ്. അത് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചിക്കനകത്തിൽ ഇത്രയും വെള്ളം നിലനിർത്തിക്കൊണ്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ട് എടുത്തേക്കുന്ന അരിയെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരിയെല്ലാം ഒരു ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വളരെ കട്ടി കുറച്ച് അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ 1 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 1 ക്യാരറ്റ് വളരെ ചെറിയതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 പിടി മുന്തിരി, ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വഴറ്റിയിട്ടും ഒന്നുമില്ല, അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത മുന്തിരിയല്ല, അല്ലാതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ബാലൻസ് ഉള്ള ചോറും കൂടെ ചോറല്ല അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളം പോരാ. ഇനി ഈ അരി വെന്ത് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏകദേശം അരി മുങ്ങിക്കിടക്കുന്നത് പോലെ നമ്മുടെ വിരലൊന്ന് ഇട്ട് നോക്കുന്നുണ്ടേ നമ്മുടെ ഒരു വര ആകുന്നിടം വരെ നിൽക്കണം വെള്ളം. അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത് ദമ്മിട്ട് വെക്കാം. ചോറ് ഒന്ന് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ദമ്മിട്ട് വെക്കാം. ഏകദേശം 20 മിനിറ്റോളം ഒന്ന് ദമ്മിലിടുക. അപ്പോൾ നല്ല രീതിയിൽ നല്ലതായിട്ട് ഉള്ള അധികം പശപ്പോ ഒട്ടിപ്പിടുത്തമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് നല്ലൊരു അഫ്ഗാനി പുലാവ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി പുലാവാണ് ഇത്. ഉണ്ടാക്കി നോക്കുക.